നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർമേനിയയെ പോർച്ചുഗൽ പരാജയപ്പെടുത്തുമ്പോൾ ക്രിസ്ത്യാനോയുടെ വക ഇരട്ട ഗോളുകളായിരുന്നു. ബ്രേസാണ് അദ്ദേഹം നേടിയത്. അതോടുകൂടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ 140 ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. 140 ഗോളുകൾ. ഫുട്ബോൾ ലോകത്ത് ഇത്രയധികം അന്താരാഷ്ട്ര ഗോളുകൾ അടിച്ച മറ്റൊരു കളിക്കാരനില്ല. 222 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നാണ് ഈ നേട്ടത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനോയുടെ സമീപകാലത്തെ ഫോം നോക്കിയാൽ അവസാനമായിട്ട് അദ്ദേഹം കളിച്ച 10 കോമ്പറ്റീറ്റീവ് മത്സരങ്ങൾ പോർച്ചുഗലിന് വേണ്ടി കളിച്ചതിൽ 10 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കളിച്ച 4 കളികളിൽ നിന്ന് 5 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. അർമേനിയ ശരിയാണ് ലോക റാങ്കിങ്ങിൽ 105-ാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ചെറിയ ടീമായതുകൊണ്ട് ഗോളടിച്ചു എന്നുള്ള ആ ഒരു ഇകഴ്ത്തി കാണിക്കലുമായിട്ട് ആരും വരേണ്ടതില്ല. കാരണം അതിനു മുമ്പ് അദ്ദേഹം അടിച്ചത് സ്പെയിനെതിരെയാണ് ഗോള്, അതിന് മുമ്പത്തെ ഗോള് ജർമ്മനിക്കെതിരെയാണ്, അതിൻ്റെ മുമ്പത്തെ ഗോള് ഡെൻമാർക്കിനെതിരെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കുന്നതും നന്നാവും. ഏതായാലും ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന 140 അന്താരാഷ്ട്ര ഗോളുകൾ, മറ്റാർക്കും ഇതുവരെ എത്തിപ്പെടാൻ പറ്റാത്ത ആ ഗോൾ കണക്ക്, അത് ഏതൊക്കെ രാജ്യങ്ങൾക്കെതിരെയാണ് അടിച്ചത്? അതിലിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അർമേനിയക്കെതിരെ ഇപ്പോൾ 7 ഗോളുകളായി അദ്ദേഹം ടോട്ടൽ. അങ്ങനെ CR7-ൽ നിന്ന് ഏറ്റവും അധികം ഗോൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം നോക്കുമ്പോൾ 2-ാം സ്ഥാനത്താണ് അർമേനിയ. അത് ഭാഗ്യമോ നിർഭാഗ്യമോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും അർമേനിയ, ലിത്വാനിയ, സ്വീഡൻ ഈ ടീമുകളൊക്കെ 7 വീതം ഗോളുകൾ വാങ്ങിയിട്ട് 2ാമത് നിൽക്കുകയാണ്. CR7-ൽ നിന്ന് ഏറ്റവും അധികം ഗോളുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ടീം ഏതാണെന്ന് അറിയാമോ? അത് ലക്സംബർഗാണ്. അപ്പോൾ നമ്മൾ നോക്കിയാണ് CR7ൻ്റെ ഗോൾസ് ബൈ ഓപ്പണിംഗ്. ലക്സംബർഗിനെതിരെയാണ് CR7 അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും അധികം ഗോളുകൾ അടിച്ചത്, 11 ഗോളുകൾ. അർമേനിയക്കെതിരെ, ലിത്വാനിയക്കെതിരെ, സ്വീഡനെതിരെ 7 വീതം ഗോളുകൾ. അണ്ടോറ, ഹംഗറി ടീമുകൾക്കെതിരെ 6 വീതം ഗോളുകൾ. അടുത്ത പോർച്ചുഗലിൻ്റെ കളി ഹംഗറിക്കെതിരെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലിസ്റ്റിൽ മാറ്റം വരാനുള്ള നല്ല സാധ്യതയുണ്ട്. തൊട്ട് പുറകിലുള്ളത് ലാറ്റ്വിയ, സ്വിറ്റ്സർലൻഡ് രാജ്യങ്ങളാണ്. അവർക്കെതിരെ 5 വീതം ഗോളുകൾ ക്രിസ്ത്യാനോ നേടിയിട്ടുണ്ട്. പിന്നെ ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫെറോ ഐലൻഡ്സ്, നെതർലൻഡ്സ്, പോളണ്ട്, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, സ്പെയിന് ഈ രാജ്യങ്ങൾക്കെതിരെ 4 വീതം ഗോളുകൾ ക്രിസ്ത്യാനോ നേടിയിട്ടുണ്ട്. ബെൽജിയം, ലിച്ചൻസ്റ്റൈൻ, നോർത്തേൺ അയർലൻഡ്, റഷ്യ, സ്ലൊവേക്യ ഈ രാജ്യങ്ങൾക്കെതിരെ 3 വീതം ഗോളുകൾ അടിച്ചപ്പോൾ അസർബൈജാൻ, കാമറൂൺ, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഈജിപ്ത്, ഫ്രാൻസ്, ജർമ്മനി, ഗാന, ഐസ്ലാൻഡ്, കസാക്കിസ്ഥാൻ, സൗദി അറേബ്യ ടീമുകൾക്കെതിരെ 2 വീതം ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇനി നോക്കുക, അർജന്റീന, ഇക്വഡോർ, ഫിൻലാൻഡ്, ഗ്രീസ്, ഇറാൻ, ഇസ്രായേൽ, മൊറോക്കോ, ന്യൂസിലാൻഡ്, നോർത്ത് കൊറിയ, പനാമ, ഖത്തർ, സ്കോട്ട്ലൻഡ്, സെർബിയ, യുക്രൈന്, വെയിൽസ് ഈ രാജ്യങ്ങൾക്കെതിരെ ഓരോ ഗോളുകളും അധികം നേടിയിട്ടുണ്ട്. ടോട്ടൽ 140 ഗോളുകൾ. അപ്പം കോൺഫെഡറേഷൻ സ്പേസ് നോക്കുകയാണെങ്കിൽ യുവേഫയിലുള്ള ടീമുകൾക്കെതിരെ അദ്ദേഹം 124 ഗോളുകൾ നേടിയിട്ടുണ്ട്. CAF-ലുള്ള, അതായത് ആഫ്രിക്കൻ കോൺഫെഡറേഷനിലെ ടീമുകൾക്കെതിരെ 7 ഗോളുകൾ, 4 കളികളിൽ നിന്ന് 4 ടീമുകൾക്കെതിരെ 7 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. AFC-യിലുള്ള ഏഷ്യൻ ടീമുകൾക്കെതിരെ 5 ഗോളുകൾ നേടിയിട്ടുണ്ട്. സൗത്ത് അമേരിക്കൻ ടീമുകൾക്കെതിരെ 2 ഗോളുകളാണ്. കോൺകക്കാഫ് മേഖലയിലെ ടീമുകൾക്കെതിരെയും OFC, അതായത് ഓഷ്യാനിയ മേഖലയിലെ ടീമുകൾക്കെതിരെയും ഓരോ ഗോളുകൾ വീതവുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ക്വാളിഫയിങ്, അതായത് യൂറോ ക്വാളിഫയിങ്ങിൽ 41 ഗോളുകളും, ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ 38 ഗോളുകളും, ഫ്രണ്ട്ലീസിൽ 22 ഗോളുകളും, യുവേഫ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ, അതായത് യൂറോ കപ്പിൽ 14 ഗോളുകളും, യുവേഫ നേഷൻസ് ലീഗിൽ 15 ഗോളുകളും, ഫിഫ വേൾഡ് കപ്പിൽ 8 ഗോളുകളും, ഫിഫ കോൺഫെഡറേഷൻ കപ്പിൽ 2 ഗോളുകളുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.